ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഏതൊക്കെയോ സമയത്ത് ഒരു ഡിസിഷൻ എടുത്ത് സിനിമയ്ക്ക് പിന്നാലെ സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അതിനുള്ള സ്ട്രഗിൾസും സക്സസും വീണ്ടും സ്ട്രഗിൾസും ഫെയിലിയേഴ്സും ഒക്കെ കടന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസിൽ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഇത് സ്പെഫയും SMS കൂടെ ഇവിടെ ചേർന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ചിലർക്ക് ആക്ടിങ് ആയിരിക്കാം, ചിലർക്ക് ഡയറക്ഷൻ ആയിരിക്കാം, ചിലർക്ക് റൈറ്റിംഗ് ആയിരിക്കാം, ചിലർക്ക് സിനിമാറ്റോഗ്രാഫി ആയിരിക്കാം. അങ്ങനെ സിനിമയുടെ പ്രധാനപ്പെട്ട മേഖലകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ, ഒരു ബേസ് ഉണ്ട്. ഒരു ബേസ് ഇല്ലെങ്കിൽ, ഒരു സോളിഡ് ബേസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു സിനിമയിൽ സജീവമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പോകാനോ എന്ത് പഠിക്കുമ്പോഴും ഒരു സോളിഡ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ പലർക്കും അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ഡയറക്ട് ചെയ്തിട്ടോ എഴുതിയിട്ടോ ഒക്കെ ശീലമുണ്ടാകും. അതിനെയൊക്കെ കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യുക, അതിനൊക്കെ കൃത്യമായിട്ട് ഒരു സോളിഡ് ബേസ് ചെയ്യുക. ഈ പറയുന്ന ഇവിടെ ഓഫർ ചെയ്യുന്ന എല്ലാ സ്ട്രീമുകളിലും നിങ്ങളെ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രോപ്പർ ഒരു സോളിഡ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പ്രാപ്തരാക്കുക അതൊക്കെയാണ് ഈ പോസ്റ്ററിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അവസരം എന്ന് പറയുന്നത് സിനിമയെ മോഹിച്ച് സിനിമയിലേക്ക് എത്തുന്ന എല്ലാവർക്കും വളരെ പണിപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു അവസരം ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് ഒരു ചുവട് വെക്കാൻ ഒരു അവസരം തരിക എന്നൊക്കെ പറയുന്നതാണ് സ്പെഫൈ ബിസിനസ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രീം എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾ വരിക, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഒരുമിച്ചൊരു യാത്ര നമുക്ക് തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും, വന്നെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്രയും പേര് ഈ മഴയത്ത് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. സ്വപ്നം കാണുക, ഞങ്ങൾ വഴി കണ്ടു. ഇതാണ് സ്പെഫയുടെ ടാഗ്. നിങ്ങൾ സ്വപ്നം കണ്ടാൽ ഒരുപാട് പേരുണ്ട് സ്വപ്നം കാണുന്നത്. ഞാൻ കഥകൾ കേൾക്കാറുണ്ട്. ഒരുപാട് പേര് ഈ കഥകൾ പറയാൻ തിരിച്ച് ഞാൻ അവരോട് ഓരോ ടൈം ഫിക്സ് ചെയ്ത് ഞാൻ കഥകൾ കേൾക്കും. ഓരോരുത്തരുടെ അടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാൻ ആ പ്രൊജക്റ്റുകൾ എത്തിക്കാറുണ്ട്. ഞാൻ അവരുടെ അടുത്തെല്ലാം പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ പറ്റുന്നവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ആദ്യം ചെയ്യുന്ന സിനിമ ഒരു പ്രാവശ്യം, ഫസ്റ്റ് സിനിമ ഒരാൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം അവരുടെ ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അതായിരിക്കണം ആദ്യത്തെ സിനിമ. ആദ്യത്തെ സിനിമ വിജയമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമ കിട്ടും. ആ രണ്ടാമത്തെ സിനിമ കിട്ടുമ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമ വിജയമായിരുന്നല്ലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, ആ കോൺഫിഡൻസിലായിരിക്കും രണ്ടാമത്തെ സിനിമ ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തെ സിനിമയും നമ്മുടെ ആദ്യത്തെ സിനിമയായിരിക്കും. എന്നാൽ മാത്രമാണ് അതിലൊരു വിജയം നേടാൻ കഴിയും. ഇങ്ങനെയുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് കടന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പല സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്ന, സിനിമയിലേക്കുള്ള പല സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോമായി മാറണമെന്ന് ഞാൻ കരുതിയിട്ടാണ് ഈ സ്പെഫ ഞാൻ രൂപീകരിക്കുന്നതിന് എൻ്റെ കൂടെ എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ഗ്യാരണ്ടി, നിങ്ങളെ വഴിയിൽ കളയില്ല, ഒരുമിച്ച് കൂടെ നിർത്തും, കൂടെ കൂട്ടും, എന്നും കൂടെ ഉണ്ടാവും. അതെന്റെ വാക്ക്. ഈ പ്രൊജക്ട് കോഴ്സുകളെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസും അക്കാദമി ഡയറക്ടർ അരുൺ സംസാരിക്കും.
അല്ലെങ്കിൽ സിനിമ സംബന്ധമായി എന്തെങ്കിലും പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ആക്ടിങ്ങിനോട് താല്പര്യമായിട്ട് വന്നവരാരൊക്കെയുണ്ട്? ടെക്നിക്കൽ മേഖലകളാണ് അല്ലെ? സൗണ്ടിൽ നമ്മുടെ സൗണ്ടിന്റെ HOD അദ്ദേഹം വന്നിട്ടുണ്ട്. സൗണ്ട് മേഖലയെ കുറിച്ച് കൂടുതൽ അറിയണം, അതിന്റെ സാധ്യതകൾ അറിയണമെന്ന് വന്നിട്ടുള്ളവരാരൊക്കെയുണ്ട്? ഓക്കെ. സിനിമാറ്റോഗ്രഫി, ക്യാമറ, വളരെ വളരെ മികച്ച ഒരു തീരുമാനമാണ്. പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്നവരെ നേരിട്ടൊന്ന് കാണാം എന്ന് നിങ്ങൾ തീരുമാനിച്ചത് വളരെ 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 ഗംഭീരമായ തീരുമാനമാണ്. സിനിമയുടെ ഒരു സാധനമാണ്. സിനിമ ശാസ്ത്രീയമായ ഒരു കലയാണ്, അതുകൊണ്ട് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒന്നാണെന്നുള്ളൊരു ബോധം പുതിയ തലമുറകളിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട്. അത് പ്രകടമായിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ടീച്ചിങ് സ്റ്റൈലിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഇതല്ല, കൃത്യമായി ഒരു ശാസ്ത്രീയമായ ഒരു സിലബസിൽ നിന്നുകൊണ്ട് നമുക്കൊരു ബേസിക് ടാലന്റ് വേണം, പക്ഷെങ്കിൽ അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചെടുത്ത് കൃത്യമായ രീതിയിൽ എങ്ങനെ അതിനെ മികച്ച ഒരു രീതിയിലേക്ക് തങ്ങളുടെ കഴിവുകളെ കൊണ്ടെത്തിക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ടീ ബ്രേക്കിലേക്ക് പോവാം. ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രസന്റേഷൻ ആയി നമ്മുടെ സിലബസ് എന്താണ്, വരുന്നവരെല്ലാവരും തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല പറയുന്നത് ശരിയല്ലേ അല്ലെ? ഇപ്പൊ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഇത്രയും സിനിമ ചെയ്തിട്ടുള്ള അതിന്റെ ടെക്നിക്കൽ സൈഡില് സന്തോഷ് സാറ്, അതുപോലെ തന്നെ നിതിൻ ഭായ്, അവര് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുള്ള അത്രയും വലിയ 2 ഡയറക്ടേഴ്സിനെയാണ് നിങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. 35 വർഷമായിട്ട് സിനിമയുടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സഞ്ജയ് സാർ. 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയ എന്നെങ്കിൽ അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. അരുൺ വർമ്മ സാർ ആണെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പുഷ്പ 2 പോലെ എന്തിനും പോലെയൊക്കെയുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സിനിമയുടെ ഓഡിയോ സെക്ഷനിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒന്ന് ചിന്തിക്കുക, എന്താണ്